ഒട്ടും ശുഭകരമല്ലാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ മാർക്കറ്റ് കടന്നു പോകുന്നത്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ താരിഫ് പ്രഖ്യാപനവും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒട്ടനവധി കോംപ്ലിക്കേഷൻസുമാണ് മാർക്കറ്റിനെ പല രീതിയിൽ ബാധിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് 2 ഡേയ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നാസ്ഡാക്ക്, അതേപോലെ ഡോ ജോൺസ്, US മാർക്കറ്റിലെ ഇൻഡെക്സുകളെല്ലാം തന്നെ ഓരോ ദിവസവും 5% തൊട്ട് 6% വരെയാണ് അതിൻ്റെ ഫാൾ ഏകദേശം കിട്ടുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ് ചെയ്ത സമയത്ത് നാസ്ഡാക്കിൻ്റെ ഫാൾ എന്ന് പറയുന്നത് 5.8%, ഡോ ജോൺസിൻ്റെ ഫാൾ എന്ന് പറയുന്നത് 5.5%, അതായത് അപ്രോക്സിമേറ്റ്ലി 5 to 6% ആണ് US മാർക്കറ്റിലെ ഇൻഡെക്സുകൾ ഫാൾ ചെയ്തിരുന്നത്. S&P 500 ആണെങ്കിലും 5.97, ഓൾമോസ്റ്റ് ക്ലോസ് ടു 6% ആണ്. സോ ഈ താരിഫ് പ്രഖ്യാപനം ഇന്ത്യക്ക് മാത്രമല്ല എല്ലാ കൺട്രീസിനും താരിഫ് റേറ്റ് ഓൾമോസ്റ്റ് US എന്താണോ താരിഫ് ഉള്ളത് അതിൻ്റെ ഒരു 50% താരിഫ് റെസിപ്രോക്കൽ താരിഫായിട്ട് എല്ലാ കൺട്രീസിലും കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇപ്പോൾ ചൈനീസിൻ്റെ ഹാങ്സങ് ഇൻഡെക്സ് എടുത്ത് നോക്കിയാലും ചൈനീസിൻ്റെ വേറെ ഇൻഡെക്സുകൾ എടുത്ത് നോക്കിയാലും US ഇൻഡെക്സ് ആണെങ്കിലും ഇന്ത്യൻ ഇൻഡെക്സുകളാണെങ്കിലും എല്ലാത്തിലും ഈ ഒരു കറക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഈ വർഷത്തെ ഏറ്റവും വലിയൊരു സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യം, നോർമൽ ഗതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ കറക്ഷൻ വരുന്ന സമയത്ത് കൊമോഡിറ്റി സെഗ്മെൻ്റ് ആയിട്ടുള്ള ഗോൾഡും സിൽവറും നോർമൽ ഗതിയിൽ കയറി പോകാറാണ് ചാൻസ് കൂടുതൽ. പക്ഷേ ഈ വർഷത്തെ ഇപ്പോഴത്തെ ഈ കറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഗോൾഡും സിൽവറും ഒരേ രീതിയിൽ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സിൽവർ നോക്കിക്കഴിഞ്ഞാൽ ക്ലോസ് ടു 3% എബോവ് ആണ് ഒരു ഡേയിൽ ഫോളോ വന്നിട്ടുള്ളത്. ഗോൾഡിലാണെങ്കിൽ ഗോൾഡിൻ്റെ റേറ്റ് 3000 സംതിങ് ആയിരുന്നു ഗ്ലോബൽ ഇൻഡെക്സിൽ. അതിപ്പോൾ കറക്റ്റ് ചെയ്ത് വരുന്നു. അതായത് അതിൻ്റെ അതിൻ്റെ റെസിസ്റ്റൻസ് റേഞ്ചിൽ നിന്ന് അത് കറക്റ്റ് ചെയ്ത് അതിൻ്റെ സപ്പോർട്ട് റേഞ്ചിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കൊമോഡിറ്റി സെഗ്മെൻ്റ് ആണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിലെ നിഫ്റ്റി ഇൻഡെക്സ് സെഗ്മെൻ്റ് ആണെങ്കിലും ഒരേപോലെ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഇവിടെ നമുക്കൊരു ടോട്ടലി നമ്മളിപ്പോൾ യൂട്യൂബ് എടുത്ത് നോക്കിയാലും സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാലും വാർത്താ ചാനൽ എടുത്ത് നോക്കിയാലും എല്ലാം നമുക്കൊരു പാനിക് സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ പാനിക് സിറ്റുവേഷൻസിൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്സ് എല്ലാം വിറ്റ്, കയ്യിലുള്ള മ്യൂച്വൽ ഫണ്ട് ETF വിറ്റ് മാറി നിൽക്കുന്നതിലുപരി നമ്മൾ കുറച്ച് വൈസായിട്ട് ഇതിനെ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അവസ്ഥ കടന്നു പോകുമ്പോൾ നമുക്ക് നല്ല റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുന്നത്, സിങ് ട്രേഡോ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസോ മറ്റു കാര്യങ്ങൾ, എസ്പെഷ്യലി സിങ് ട്രേഡ് എല്ലാം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഒരു റിസ്കി ആയിട്ടുള്ള ഒരു സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. സോ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ തൽക്കാലം ഒന്ന് മാറി നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ താരിഫിൻ്റെമായി ബന്ധപ്പെട്ട് ഇനി കൺട്രികൾ തമ്മിൽ ഡിസ്കഷൻസ് വരും. അതായത് US മറ്റ് കൺട്രികളും തമ്മിൽ ഡിസ്കഷൻസ് വരുമ്പോൾ ഈ ഒരു ഡിസ്കഷൻസിൽ ഒരു നല്ലൊരു നെഗോസിയേഷനിൽ വന്ന് താരിഫിൽ ഒരു കുറവുകളും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് റിവൈവൽ ആവും. പക്ഷേ ഇതൊരു ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല, സമയമെടുക്കും. സോ നമ്മുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ടിനെ നമ്മൾ കുറച്ച് ഘട്ടമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങേണ്ട ഒരു സമയമാണ്. എന്നാൽ മുഴുവനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ടൈമും അല്ല. എൻ്റെ ഒരു പേഴ്സണൽ വ്യൂവിൽ നമ്മുടെ കയ്യിൽ ഒരു 1 lakh ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിലൊരു 15,000 rupees ഇപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ്. അതായത് ഒരു അപ്രോക്സിമേറ്റ്ലി 1/6 ഓഫ് യുവർ ടോട്ടൽ എമൗണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. പക്ഷേ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കും നിഫ്റ്റി ഇത്ര വരെ പോകും, നിഫ്റ്റി 21,000 എത്തും, 20,000 എത്തും, 22 എത്തും, നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു 22,000 എത്താനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം കിടക്കുന്നത് 22,300 റേഞ്ചിലാണ്. അതായത് മൺഡേ ഓപ്പൺ ചെയ്യുമ്പോൾ വളരെ വലിയൊരു ഫോൾ ആയിട്ടാണ് ഗിഫ്റ്റ് നിഫ്റ്റി കാണിക്കുന്നത്. എന്നാലും അപ്രോക്സിമേറ്റ്ലി അതിൻ്റെ അടുത്തെങ്കിലും നമുക്കൊരു സപ്പോർട്ട് കിട്ടുന്നത് പോലെ 22,300 എന്ന് പറയുന്നത് നിഫ്റ്റി 50യുടെ നല്ലൊരു സപ്പോർട്ടാണ്. 22,800 എന്ന് പറഞ്ഞ സപ്പോർട്ടിലാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് നിൽക്കുന്നത്. പക്ഷേ മൺഡേ ഓപ്പൺ ചെയ്യുമ്പോൾ ഡെഫിനറ്റായിട്ടും അതൊന്ന് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ തിരിച്ച് മാർക്കറ്റ് റിവൈവൽ ആവണമെങ്കിൽ ഇറ്റ്സ് ഗുഡ്. പക്ഷെ അവിടെ വിട്ട് താഴോട്ട് വരികയാണെങ്കിൽ അതിൻ്റേതായ റിസ്കുകളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ഫുൾ ക്യാഷ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരു പാർട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തൽക്കാലം നമുക്ക് തുടങ്ങാം. പിന്നെ ഓരോ 500 പോയിൻ്റ് ഫാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു കറക്ഷൻ സംഭവിക്കാം. ഈവൻ ദോ ഒരു മാർക്കറ്റ് ഒരു പ്രൈസ് കറക്ഷനിലുപരി ഒരു ടൈം കറക്ഷനിലോട്ട് പോകുമെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത്. എൻ്റെ വ്യൂ തെറ്റായിരിക്കാം.
കാരണം US മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് കറക്റ്റ് ചെയ്തു. ഒരുപാട് ഫാക്ടേഴ്സ് അതിനുണ്ട്, ആ വിഷയത്തിലോട്ട് കടക്കുന്നില്ല. ബട്ട് എന്നാൽ പോലും ഇനി മാർക്കറ്റിനുള്ളത് ഒരു ടൈം കറക്ഷൻ ആവാനാണ് ചാൻസ്. പെട്ടെന്ന് ഒരു 25,000 26,000 ഒന്നും മാർക്കറ്റ് ഈ വർഷം പെട്ടെന്ന് എത്തിപ്പിടിക്കാനുള്ള ഒരു ചാൻസും വളരെ കുറവാണ്. മറ്റ് ന്യൂസുകളും മീഡിയ ന്യൂസ് ഡിസ്കഷൻസും എല്ലാം കേട്ട ഒരു ഫീലിൽ നിന്നാണ് ഞാൻ പറയുന്നത്. പെട്ടെന്ന് വളരെ വലിയൊരു ടോപ്പ് നെക്സ്റ്റ് ഹൈ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഇല്ല. അതുകൊണ്ട് പാർട്ടായിട്ട് ചെയ്യാം. SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ബെസ്റ്റ് ടൈമാണ്. SIP കണ്ടിന്യൂ ചെയ്യുക. SIP ഒരു രീതിയിലും നിങ്ങൾ ബ്ലോക്ക് ചെയ്യരുത്. നിഫ്റ്റി ഇപ്പം നിൽക്കുന്നത് ലെവൽ എന്ന് പറഞ്ഞാൽ 22,912 ആണ്. 22,800 എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ഏറ്റവും നല്ല ഒരു സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് സ്റ്റിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ മൺഡേ ഓപ്പണിംഗ് വരുമ്പോൾ ഡെഫിനറ്റായിട്ടും അതൊന്ന് ബ്രേക്ക് ചെയ്ത് താഴെ പോകും. തിരിച്ച് കയറി വന്ന് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ ഇന്ത്യൻ മാർക്കറ്റിന് സാധിച്ചാൽ അത് നല്ലൊരു പോസിറ്റീവ് സൈൻ. അറ്റ്ലീസ്റ്റ് US മാർക്കറ്റിനെ അപേക്ഷിച്ച് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് കുറച്ചും കൂടി റെസിലിയൻ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. മിഡ് ക്യാപ് സെഗ്മെൻ്റ് ആണെങ്കിലും സ്മാൾ ക്യാപ് സെഗ്മെൻ്റ് ആണെങ്കിലും ഒരു റിവൈവൽ കാണിച്ചിരുന്നു. പക്ഷേ ഈ ട്രംപിൻ്റെ ന്യൂസ് കാരണം ആ അവിടുന്ന് വീണ്ടും സ്മാൾ ക്യാപ് ഇൻഡെക്സും ഈ പറഞ്ഞ മിഡ് ക്യാപ് ഇൻഡെക്സും ഒരു 3% കറക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ഞാൻ എൻ്റെ മുന്നത്തെ പല വീഡിയോകളിലും പറഞ്ഞ പോലെ തന്നെ മിഡ് ക്യാപ് ഇൻഡെക്സ് ഈസ് ഹൈലി ഓവർ വാല്യൂഡ്, സ്മാൾ ക്യാപ് ഇൻഡെക്സ് ഈസ് ആൾസോ ഓവർ വാല്യൂഡ്. പക്ഷേ മിഡ് ക്യാപ്പിന് അത്രയും ഓവർ വാല്യൂഡ് അല്ല. പക്ഷേ ലാർജ് ക്യാപ് സ്പേസ് ഇപ്പോഴും അട്രാക്റ്റീവാണ്. SIP കണ്ടിന്യൂ ചെയ്യുന്നവർ SIP കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഒരു യൂണിറ്റിന് നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഈ സമയത്ത് നിങ്ങൾ 5,000 രൂപയ്ക്ക് പണ്ട് എത്ര യൂണിറ്റാണോ വാങ്ങിച്ചത് അതിനേക്കാൾ കൂടുതൽ യൂണിറ്റ് ഇപ്പം നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് ഒരിക്കലും പേടിച്ച് ഭയപ്പെട്ട് മാറി നിൽക്കുകയല്ല വേണ്ടത്. ജാഗ്രതയോടുകൂടി നമ്മുടെ കയ്യിൽ നമ്മൾ SIPക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ട് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. സിറ്റ് ടൈറ്റ്, അതിൻ്റെ റിസൾട്ട് നമുക്ക് വരും. ഈ ഒരു സിറ്റുവേഷൻ എല്ലാം ഇത് കടന്നു പോകും. മാർക്കറ്റിൽ ഇതുപോലുള്ള ഫ്ലക്ച്വേഷൻസ് നമ്മളൊന്നും ചെയ്യണം. നമുക്ക് നിഫ്റ്റി 50യുടെ ഗ്രാഫ് ഒരു 10 വർഷത്തെ ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് കാണാൻ പറ്റും. സോ അത്രയേ ഉള്ളൂ. ഈ സമയം കടന്നു പോകും. അതുകൊണ്ട് ഒരു ഭയങ്കര പാനിക്കായി കയ്യിലുള്ള സ്റ്റോക്സ് എല്ലാം വിറ്റിട്ട് ഇനി ഇതെല്ലാം അവസാനിക്കുകയാണെന്നുള്ള രീതിയിലോട്ട് പോകണ്ട. ലോസിൽ നിൽക്കുന്നത് അവിടെ നിന്നോട്ടെ, ഒന്നും ചെയ്യണ്ട. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫുൾ എമൗണ്ട് കൊണ്ടിടുന്നതിന് പകരം വളരെ ഗ്രാജ്വലായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. ഓരോ 500 പോയിൻ്റ് ഫാളിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന തന്നെ ഒരു ഡിസിഷൻസ് എടുക്കുക. അതേപോലെ സ്റ്റോക്സുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് പെന്നി സ്റ്റോക്സുകളോ അതേപോലെ സ്മാൾ ക്യാപ് സെഗ്മെൻറ്റിൽ വരുന്ന നിങ്ങൾക്ക് ആ കമ്പനിയുടെ ബിസിനസ്സോ മറ്റു കാര്യങ്ങളോ അറിയില്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റോക്സിൽ തൽക്കാലം പോകാതിരിക്കുക. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ല നോളജ്, സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ ടെക്നിക്കൽ അനാലിസിസ് പഠിച്ച് ചെയ്യാനുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രം അത് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഇനി കൊമോഡിറ്റി സെഗ്മെൻറ്റിൻ്റെ ഒരു കാര്യം കൂടി പറയാം. ഗോൾഡും സിൽവറും. ഗോൾഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു എവർഗ്രീൻ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ്. ഗോൾഡ് ഒരു പവൻ റേറ്റ് എടുത്തു നോക്കി കഴിഞ്ഞാൽ 68,000-ൻ്റെ മേലെ പോയിരുന്നു. ഇപ്പോൾ 66,000-ലോട്ട് വന്നു. ഗ്ലോബൽ ഇൻഡെക്സ് ലെവൽ നോക്കി കഴിഞ്ഞാൽ ഗോൾഡ് ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം 3,042 ആണ്. ഗോൾഡിൻ്റെ സപ്പോർട്ട് റേഞ്ച് എന്ന് പറയുന്നത് 2,800 ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. അതായത് ഗോൾഡ് ഒരു സപ്പോർട്ടിലാണ്, ഓൾമോസ്റ്റ് ഒരു സപ്പോർട്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. ആ സപ്പോർട്ടിൽ നിന്ന് ഒരു റെസിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ആ റെസിസ്റ്റൻസിൽ നിന്ന് ഗോൾഡ് സപ്പോർട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ബെസ്റ്റ് ടൈമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി SIP മോഡിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഇപ്പോൾ വാങ്ങിച്ചു തുടങ്ങാം. ഒരുപാട് ക്വാണ്ടിറ്റി വാങ്ങിക്കരുത്. കാരണം താഴോട്ട് വരുമ്പോൾ നമുക്ക് ആ ക്വാണ്ടിറ്റി കൂട്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് വാങ്ങിച്ചു തുടങ്ങാം. അതുകൊണ്ട് ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയമല്ല വേണ്ടത്, ജാഗ്രതയോട് കൂടി സ്മാൾ ക്വാണ്ടിറ്റീസ് ഇപ്പോൾ വാങ്ങിച്ചു തുടങ്ങാം. നെവർ ഗോ ഫോർ എ ബൾക്ക് ബൈയിങ് ലെവൽസ്. ഓക്കെ, സോ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. കാരണം ഒരുപാട് പാനിക് സിറ്റുവേഷൻസ് ചുറ്റും നടക്കുമ്പോൾ നമ്മൾ പാനിക് ആവില്ല വേണ്ടത്. വളരെ ബുദ്ധിപരമായിട്ട് ആലോചിച്ച് ജാഗ്രതയോട് കൂടി ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടിനെ പാർട്ടായിട്ട് ചെയ്തുകൊണ്ട് സ്റ്റേ ഇൻവെസ്റ്റഡ്, സ്റ്റേ കാം. പാനിക്കായിട്ട് വിട്ട് മാറുന്നത് നമുക്ക് ലോസ് തരും. നമ്മൾ ബുക്ക് ചെയ്യാത്തടത്തോളം കാലം നമ്മുടെ ലോസ് അല്ല. അതുകൊണ്ട് കയ്യിൽ പൈസ ഇല്ല എങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്യാൻ ക്യാഷ് ഇല്ല എങ്കിൽ, ഇപ്പോൾ SIP അല്ലാതെ ചെയ്യുന്നവർ കാണാം, അങ്ങനെയുള്ളവർ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ
ജസ്റ്റ് ഹോൾഡ് ഇറ്റ്. നിങ്ങൾ നമ്മൾ ഏത് അക്കൗണ്ടാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു അക്കൗണ്ട് ജസ്റ്റ് നെക്സ്റ്റ് ഒരു മാസത്തിന് നിങ്ങളതിൽ നോക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. ഇനി ക്യാഷ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 lakh ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ 15,000 ഇൻവെസ്റ്റ് ചെയ്യുക. അടുത്തൊരു 500 ഫാൾസിൽ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഘട്ടം ഘട്ടമായിട്ട് തന്നെ പോവുക. ഒരിക്കലും മാർക്കറ്റിൽ നിന്ന് പേടി വന്ന് ഒരുപാട് ന്യൂസുകളെല്ലാം കേട്ട് ഭയപ്പെട്ട് മാറാതിരിക്കാൻ. നമ്മൾ പേടിക്കുന്ന പോലെ സ്റ്റോക്ക് മാർക്കറ്റ് അവസാനിക്കാൻ പോകുന്നൊരു സംഭവമൊന്നുമല്ല. ഇതെല്ലാം തിരിച്ചു വരും. ഇപ്പോഴത്തെ ഈ നോയ്സും കാര്യങ്ങളും എല്ലാം തന്നെ സെറ്റിൽ ചെയ്യപ്പെടും. സോ ജസ്റ്റ് ടു ബി കാം ആൻഡ് ജസ്റ്റ് സ്റ്റേ ഇൻവെസ്റ്റഡ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ്, ഇതിൻ്റെ ഫോളോ അപ്സ് ആയിട്ടുള്ള എന്തൊക്കെയാണ് ഇനി വരും ആഴ്ചകളിൽ, അടുത്ത 2-3 ആഴ്ചകളിൽ ഈ താരിഫിൽ എന്തെങ്കിലും നെഗോസിയേഷൻസ് കാര്യങ്ങൾ വരും, ആ സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നോക്കിയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാം. അതുവരേക്കും ബൈ.